ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതിഭാഗം അഭിഭാഷകനെ ദേവസ്വം ബോർഡ് പ്ലീഡറാക്കിയതിൽ വിവാദം. ആരോപണ വിധേയരായ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കെ.ബി. പ്രദീപിന്റെ നിയമനമാണ് വിവാദമായത്. കള്ളനെ കാവലേൽപ്പിക്കുന്ന പണിയെന്ന് സിപിഐഎമ്മും സിപിഐയും വിമർശിച്ചു. കെ.ബി. പ്രദീപിനെ സ്പെഷ്യൽ പ്ലീഡറാക്കിയത് മുഖ്യമന്ത്രിയെന്നും തനിക്ക് അറിവില്ല എന്നുമാണ് ദേവസ്വം മന്ത്രി കെ. മുരളീധരന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻസിനു വേണ്ടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുൻപാകെ ഹാജരായത് കെ.ബി. പ്രദീപാണ്. സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം വേർതിരിച്ചിട്ടില്ല എന്നായിരുന്നു പ്രധാന വാദം. പ്രതികൾക്ക് വേണ്ടി ഹാജരായ ഒരാളെ സർക്കാർ അഭിഭാഷകനായി എത്തുന്നതിൽ നിയമപ്രശ്നങ്ങളില്ലെങ്കിലും ധാർമ്മികതയാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. ഇവിടെ പ്രതിക്ക് വേണ്ടി വാദിച്ച ഒരാളെ ഇത്രമാത്രം വിവാദമായ വിശ്വാസ സമൂഹത്തെ വല്ലാതെ ഉലച്ച പ്രശ്നത്തിനകത്ത് ഗവൺമെന്റിന് വേണ്ടി വക്കീലാക്കി നിയമിക്കുക എന്നുള്ളത് കടുത്ത വെല്ലുവിളിയാണ് ഈ ഗവൺമെന്റ് ഉയർത്തിയിട്ടുള്ളത്. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രത ഈ സർക്കാരിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്വർണം കട്ടവൻ ആരപ്പ എന്ന് ചോദിച്ചുകൊണ്ട് ഭരണത്തിൽ വന്നവർ സ്വർണം കട്ടവന്റെ വക്കീലിനെ തന്നെ ദേവസ്വം ബോർഡിന്റെ വക്കീലാക്കിയത് വഴി UDFന്റെ രാഷ്ട്രീയ കള്ളത്തരം, രാഷ്ട്രീയ കാപട്യം തുറന്നു കാണിക്കപ്പെടുകയാണ്. ദേവസ്വം മന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഈ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രിക്കാണെന്ന്. ആ മുഖ്യമന്ത്രി എത്രയും വേഗം മൗനം വെടിഞ്ഞുകൊണ്ട് ഇതേപ്പറ്റി പ്രതികരിക്കണം. സ്വർണം കട്ടവർക്കെതിരായ കേസ് വാദിക്കാൻ അവരുടെ ഏജന്റ് തന്നെ സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന വിസ്മയമാണ് കേരളം കാണാൻ പോകുന്നതെന്ന് മുൻ മന്ത്രി KN ബാലഗോപാൽ. വിവാദത്തിൽ ദേവസ്വം മന്ത്രി കെ. മുരളീധരന്റെ പ്രതികരണം ഇങ്ങനെ: പ്രതിയുടെ ദൗർബല്യങ്ങൾ അറിയാവുന്ന ഒരു വക്കീലാണല്ലോ, നല്ല കാര്യം. ക്യാബിനറ്റിലെടുത്തൊരു തീരുമാനത്തിന് ഒരു മന്ത്രി ഒരിക്കലും തള്ളി പറയാൻ പാടില്ല. സഭയുടെ കൂട്ടുത്തരവാദിത്തമാണ്. ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിരുന്നു നേരത്തെ തന്നെ. വിവാദങ്ങൾക്കിടെ കെ.ബി. പ്രദീപ് ചുമതലയേറ്റു. അനാവശ്യമായി വിവാദങ്ങളിൽ പ്രതികരിക്കാൻ താൽപര്യമില്ലെന്നാണ് കെ.ബി. പ്രദീപിന്റെ നിലപാട്. നിയമനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നും താൻ പ്രതികരിക്കേണ്ട വിഷയമല്ലെന്നുമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ. ജയകുമാറിന്റെ പ്രതികരണം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.